അങ്ങനെ കുറച്ച് ഈ പറയുന്ന പോലെ തണ്ണീർത്തടങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് അവിടെ ആകെയുള്ളതിൻ്റെ 10% നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നികത്തിയിട്ടുണ്ട്. അതിന് അനിയന്ത്രിതമായി വയൽ തണ്ണീർത്തങ്ങൾ നികത്തുന്നതിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് നടപടിയാണ് നമ്മൾ സ്വീകരിച്ചത്? അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ പഞ്ചായത്തുള്ള പോലെ തന്നെ കൃത്യമായി ഇപ്പോൾ ഉള്ള തണ്ണീർത്തടങ്ങളെ വളരെ കൃത്യമായി വില്ലേജ് അടക്കം വരുന്ന പഞ്ചായത്ത് ജനപ്രതിനിധികൾ അടക്കം ഒരു സമിതി ഉണ്ടാക്കി കൃത്യമായി ഇപ്പം തന്നെ വളരെ കൃത്യമായി അതിന് സ്റ്റാറ്റസ് കോ നിലനിർത്തി ആ തണ്ണീർത്തടങ്ങളെ ഇനി ഉള്ള ഒരു തണ്ണീർത്തടവും നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള നല്ല മോണിറ്ററിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ വിധി അറിയാം. RVG സാറിലേക്ക്. 15-ൽ 10.5, 15-ൽ 11, 10-ൽ 5 മാർക്ക്, 10-ൽ 5 മാർക്ക്, 10-ൽ 6 മാർക്ക്. പാറളം ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന മാർക്ക് 37.5, 37.5 ഔട്ട് ഓഫ് 60. നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യേണ്ട SMS ഫോർമാറ്റ് ഇതാണ്: GKE സ്പേസ് PLM സ്പേസ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 ടു ദിസ് നമ്പർ. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ അധ്യായത്തിൽ വിധികർത്താക്കളായി നമ്മളോടൊപ്പം ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, കേരള സർവകലാശാല വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ അച്യുത് ശങ്കർ, ഇവരെ കൂടാതെ പ്രസാദ് മാഷും. കൊല്ലം ജില്ലയിൽ നിന്നുള്ള പെരിനാട് ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പഞ്ചായത്തിനെ പ്രതിനിധാനം ചെയ്ത് പ്രസിഡന്റ് സജികുമാർ, ശ്രീ മഹേശ്വരൻ പിള്ള, ശ്രീ അനിൽ, ശ്രീ വിജയകുമാർ, ശ്രീമതി P രാധാമണി. നമുക്ക് ഈ ഗ്രാമത്തിനെ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം? കൊല്ലം പട്ടണത്തോടടുത്ത് കഴിയുന്ന ഗ്രാമമാണ് പെരിനാട്. വേണാട് രാജാക്കന്മാരുടെ ഒരു കാലത്ത് കച്ചവട കേന്ദ്രമായിരുന്ന പെരിയനാടാണ് പിൽക്കാലത്ത് പെരിനാടായി ചുരുക്കപ്പേരായിട്ട് അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ ഒരുപാട് ഇടം നേടേണ്ടി വന്നിട്ടുള്ള നാടുമാണ്. ചാതുർവർണ്ണത്തിനെതിരായി അധസ്ഥിതവർഗക്കാർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള വലിയ പോരാട്ടം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ് പെരിനാട് ലഹള. മഹാനായ വേലുത്തമ്പി സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രഖ്യാപനം നടത്തി കുണ്ടറ വിളംബരം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ നാം തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മണ്ണടിയിലേക്ക് അവസാന യാത്രയ്ക്ക് പുറപ്പെടുന്നത്. ആ സ്ഥലം പിൽക്കാലത്ത് നാന്തിരിക്കലായി മാറിയതും പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് തന്നെയാണ്. നമുക്ക് ഇതൊന്ന് കണ്ടുവരാം. ഈ ഗ്രാമം വിളംബരത്തിന്റെ പൈതൃകം കൊണ്ട് പേരുകേട്ട നാടാണ് കൊല്ലം ജില്ലയിലെ പെരിനാട്. വേണാട് രാജ്യത്തിന്റെ ഏറ്റവും പെരുമയുള്ള നാട്. ഇത് പിന്നീട് പറഞ്ഞു പറഞ്ഞ് പെരിനാടായി. നമുക്ക് കാണാം ഈ തീരപ്രദേശത്തെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ. കായലും കരയും ഒരുപോലെ ജീവനോപാധിയാക്കി മാറ്റിയ പെരിനാട്ടുകാരുടെ പ്രധാന വരുമാന മാർഗം കയർ വ്യവസായവും മത്സ്യബന്ധനവുമാണ്. ഇവിടുത്തെ കുട്ടികളുടെ സർഗവാസന വളർത്തിക്കൊണ്ടുവരുന്നതിന് പൂർണ്ണ പിന്തുണയുമായി ഗ്രാമപഞ്ചായത്ത് കൂടെയുണ്ട്.
കൂട്ടായ്മയിൽ നിന്നും ഉണ്ടായതാണ് കൂട്ട് എന്ന ഹ്രസ്വചിത്രം. അമ്മയ്ക്കെന്നും മീൻകറിയുണ്ട്, ഊണ് കഴിക്കൽ സുഖമായി. അപ്പോൾ വികസനത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം? വികസനത്തിൽ ഞങ്ങൾ പ്രധാനമായും എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അംഗൻവാടി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയും ഇന്നത്തെ സവിശേഷമായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രത്യേക സഹായം മൂലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഈ പഞ്ചായത്തിന്റെ ചെറിയ കാലയളവ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിന്റെ കഥ തന്നെയാണ്. അതെ അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് കഥ പറയാം. തീർച്ചയായിട്ടും. കൊല്ലം ജില്ലയിലെ പെരിനാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന പദ്ധതികളിലൊന്നാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സർഗശേഷി വളർത്തിയെടുക്കുന്നതിനും കലാവാസന പരിപോഷിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച സ്കൂൾ മീഡിയ ക്ലബ്ബ്. വേണ്ടപ്പെട്ടവരെ, ഇത് നമ്മുടെ നാട്, പെരിയ നാട്, പെരിനാട്. ഇവിടെ കുന്നും കുളവും തോടും കായലും റോഡും കവലയും ചന്തയും സ്കൂളും ആരാധനാലയങ്ങളും പൊതുസ്ഥലങ്ങളും ഒക്കെയുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും കച്ചവട കേന്ദ്രങ്ങളുമുണ്ട്. ആളുകൾ ഇടതങ്ങി കഴിയുന്ന കോളനി പ്രദേശങ്ങളും വെളിമ്പ്രദേശങ്ങളുമുണ്ട്. മാഡം, ഈ മീഡിയ ക്ലബ്ബ് തുടങ്ങിയ ശേഷവും അതിന് മുന്നുണ്ടായിരുന്ന കുട്ടികളുടെ മാറ്റത്തെ കുറിച്ച് പറയാമോ? മീഡിയ ക്ലബ്ബ് നടത്തിയിട്ട് പഞ്ചായത്തിലെ ക്യാമ്പ് നടത്തിയായിരുന്നു. ക്യാമ്പ് നടത്തിയിട്ട് അവിടെ രക്ഷകർത്താക്കളുടെയും ഒക്കെ ഒരു ചർച്ചയുടെ ഫലമായിട്ട് കുട്ടികൾ പിന്നെ ക്യാമ്പസ് വിട്ട് പുറത്തേക്ക് പോയി അവർ അന്യം നിന്ന് പോയ കൃഷി, അതുപോലെ തന്നെ പ്രകൃതി നിരീക്ഷണം, കായലും ഒക്കെ നിരീക്ഷിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചായിരുന്നു. ഡോക്യുമെന്ററി നിർമ്മിച്ച് അതിനുശേഷം കൂട്ട് എന്ന് പറയുന്ന ഒരു ജനകീയ കൂട്ടായ്മയുടെ ഫലമായിട്ട് കൂട്ട്. സംസ്ഥാന ഗവൺമെന്റും SIETയും ചേർന്ന് നടത്തിയ ചലച്ചിത്രോത്സവത്തിൽ കുട്ടികൾക്കായി നിർമ്മിച്ച ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കൂട്ടിന് ലഭിച്ചു. സാധാരണയായി കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും, എന്നാൽ പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇവരുടെ മാസം മാസം മൺസൂൺ മാസം എന്ന നാടകത്തിലൂടെ കുറെ നല്ല ശീലങ്ങൾ. അംഗൻവാടി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 1800ഓളം കുട്ടികൾക്ക് വിത്തും വളവും കൊടുത്തിരുന്നു. വിത്തും വളവും, പച്ചക്കറിയുടെ വിത്തും വളവും. അപ്പൊ അതിൽ നിന്നും ഉൽപാദനം മെച്ചപ്പെടുത്തി നമ്മൾ അതിൽ നിന്നും ഫലം ശേഖരിച്ചിട്ട് കുട്ടികൾക്ക് ഉച്ചയൂണിന് പ്രയോജനപ്പെടുത്തി. അതൊരു വലിയ കാര്യമാണ്. കാരണം കുട്ടികൾ കൃഷി അന്യം നിന്ന് പോകുന്ന കുട്ടികൾ കൃഷിയെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത കാലത്ത് കുട്ടികൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇത് വളർത്തിയിട്ട് നമ്മളത് അതിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും നിരീക്ഷിച്ച് കുട്ടി ബുക്കിൽ അത് രേഖപ്പെടുത്തുക, ഡയറി കൊടുക്കുക, ഇതൊക്കെ വളരെ പ്രയോജനകരമാണ്. മീഡിയ ക്ലബിന്റെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്ക് സൈക്കിൾ സവാരിയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി നീന്തൽ പരിശീലനവും നൽകുന്നു. അരീക്കോട് ബോട്ടപകടം നടന്നതിനെ തുടർന്ന് ഞങ്ങൾ യുവാക്കളുടെ കൂട്ടായ്മയായ ഉള്ളിമൺ യുവജന ക്ലബിന് വേണ്ടി ഞങ്ങൾ ദിവസം ആലോചിച്ചു നീന്തൽ കോച്ചിങ് ക്യാമ്പ് നടത്തിയിരുന്നു. അങ്ങനെ പഞ്ചായത്തുമായിട്ട് സംസാരിച്ചപ്പോൾ പഞ്ചായത്ത് ഗ്രാന്റ് തരാൻ തയ്യാറായി. അങ്ങനെ 25 പേര് വെച്ചിട്ട് ഒരു ബാച്ച് വെച്ചിട്ട് 250 കുട്ടികളെ ഈ പ്രദേശത്തുള്ള പഠിപ്പിക്കാവുന്ന അഗ്രിമെന്റുമായിട്ട് ആദ്യത്തെ ബാച്ച് ഉടൻ തന്നെ പുറത്തിറങ്ങും. ഇതിന്റെ കൂടെ തന്നെ രാവിലെ കുട്ടികൾ നീന്തൽ കഴിഞ്ഞാൽ പാല്, മുട്ട, പഴം, ബ്രെഡ് എന്നിവയും